എല്ലാവർക്കും നമസ്കാരം. എല്ലാ GCD മെമ്പേഴ്സിനും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും പരമാവധി നമ്മുടെ GCDയുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇപ്പം സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് അല്ല നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ലോകത്ത് ഇത്രയും കോയിൻസും ടോക്കൺസും ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോലും ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഫിസിക്കൽ പ്രൊജക്റ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള മേഖല ഫിസിക്കൽ പ്രൊജക്റ്റാണ്. ഡിജിറ്റൽ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഓൺലൈനോ അല്ലെങ്കിൽ അതുപോലുള്ള സംരംഭങ്ങളായിരിക്കും. പക്ഷേ ഫിസിക്കൽ പ്രൊജക്റ്റ് മനുഷ്യന് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മേഖലയും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ GCD ടോക്കൺ ഏതെല്ലാം രാജ്യങ്ങളിലെ അല്ലെങ്കിൽ എവിടെയെല്ലാം അതിൻ്റെ വ്യാപനം നടക്കുന്നുള്ളത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അത്രത്തോളം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പറഞ്ഞത് 2034 24 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 34 10 വർഷം കൊണ്ട് 10 പ്രൊജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് 10 പ്രൊജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കണിന്റെ മൂല്യം തന്നെ ഭയങ്കരമായിട്ട് കയറിപ്പോകും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും കോയിൻ ജിപ്പിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം എക്സ്ചേഞ്ചും. അപ്പോൾ അത്തരത്തിലെ ഒരു എക്സ്ചേഞ്ചൊക്കെ വന്ന് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മൾ നമ്മുടെ പ്രവർത്തനം വ്യാപിക്കുമ്പം അത് ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ലോകത്തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ GCD മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇതിനകത്ത് ബിസിനസ് പരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും. അതിലൊന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ GCD മാർട്ട്. അപ്പോൾ GCD മാർട്ടിൽ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് അവൻ്റെ ഒരു വാട്സപ്പിലൂടെ നമ്മുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനും അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ആക്കാനും പറ്റും. അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പ്രസ്ഥാനം എല്ലാം തന്നെ പരമാവധി ആൾക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ കൂടാണ്ട് തന്നെ അടുത്ത വർഷം നമുക്ക് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങളായിട്ട് കുറേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ രീതിയിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ പ്രൊജക്റ്റിൽ ഒന്നാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ളത്. അപ്പം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമുക്ക് കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ ഇന്നത് അല്ലെ ഇന്ന കാര്യമൊന്നും നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എന്തുവാകാം. അപ്പം നമ്മളുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് നമുക്ക് ഏത് മേഖലയിലേക്കും മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇലക്ട്രോണിക്സ് ആയിട്ടോ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ മറ്റുള്ള ഉൽപ്പന്നങ്ങളായിക്കോട്ടെ എന്ത് വേണമെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് യൂണിറ്റ്, മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓൺലൈൻ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ തന്നെ GCDയുടെ ഉൽപ്പന്നങ്ങളാക്കി എടുക്കുക. അപ്പം GCDയുടെ ഉൽപ്പന്നങ്ങളാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പല ഉൽപ്പന്നങ്ങളും കുടിൽ വ്യവസായം, അതായത് അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പല പല ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പം മേജർ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനീ പറഞ്ഞത്. അപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ട് നമുക്ക് ചില റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പന്നം നമ്മൾ കമ്പോളങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് GCD മാർട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിരവധി വീട്ടുകാർക്ക് ഇപ്പോൾ ഒരു ജോലിക്കും പുറത്തു പോകാൻ പറ്റാത്ത ഒത്തിരി വീട്ടുകാരുണ്ട്, അല്ലെ കുടുംബിനികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ നിന്ന് അവരുടെ സമയം, അവരുടെ വീട്ടിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറോ അവർക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ LED ബൾബുകളുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചന്ദനത്തിരി, അതുപോലെ ചെറിയ ചെറിയ വീടുകളിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ GCD മാർട്ട് വഴി ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും വിൽക്കാനുള്ള സംവിധാനത്തിലേക്ക്. അപ്പോൾ GCD എന്ന ഒരു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും GCD മെമ്പേഴ്സിന് പരമാവധി അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലും തൊഴിൽ കിട്ടുന്ന രീതിയിലും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും.
അപ്പോൾ അത് ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ തുടക്കം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് റെഡിയാക്കി കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. നമ്മുടെ ബിസിനസ്സും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഉയർച്ചയുടെ അനുസരിച്ചിട്ട് അത് മറ്റു രീതിയിലേക്ക് കൂടി നമ്മൾ വ്യാപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ GCD മാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ GCD മാർട്ടിൽ വരുന്ന ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ഷോപ്പും. അപ്പോൾ നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു ഷോപ്പിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ഷോപ്പുകളാണെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ സ്പെയർ പാർട്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതുപോലുള്ളതിനൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സ്ഥാപിക്കുകയും GCD ഫാമിലിയിൽപ്പെട്ട അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുകയും ചെയ്യും. കാരണം അവിടുന്ന് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും GCD മെമ്പേഴ്സിന്. അപ്പോൾ ഇത് എല്ലാ മേഖലയിലേക്കും നമ്മൾ വ്യാപിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് മറ്റൊരു കടക്കാരനും അതെ മറ്റൊരു വ്യവസായിക്കും ദോഷം ചെയ്യാണ്ടിരിക്കാൻ പറ്റും. നമ്മൾ അതിനകത്ത് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവരും കൂടി ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് പങ്കാളിത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വരുമാനം അവർ കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ഇന്ത്യ മാർട്ടോ വലിയൊരു ഓൺലൈൻ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാധാരണ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഐറ്റംസും, ഇപ്പോൾ തുണി ഐറ്റംസ് ആണെങ്കിലും മറ്റുള്ള ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ആ ഓൺലൈൻ പ്രസ്ഥാനങ്ങൾ ആമസോൺ ആയിക്കോട്ടെ അല്ലെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ അല്ലെ ഇന്ത്യ മാർട്ട് ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്ന ബിസിനസ്സിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അല്ലെ സാധാരണ ചെറിയ കച്ചവടക്കാർക്ക് അത് ബാധിക്കുകയും അവർക്കത് അവരുടെ ബിസിനസ്സിന് അത് വലിയ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് അവരുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് അവർക്ക് ടോക്കൺ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യവസായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ 10 വ്യവസായത്തിൽ നിന്നുള്ള ലാഭവിധ ഇവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പ് കൊണ്ട് ഒരു കടക്കാരനും നഷ്ടം ഉണ്ടാകില്ല. അതാണ് ഞാൻ പറയട്ടെ. ഇപ്പം ചെറിയ രീതിയിലൊരു ചെറിയൊരു മുറിയെടുത്ത് ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ പകുതിയും പിന്നെ അതിൻ്റെ മാസ റെൻറ്റും പിന്നെ അതിനകത്തേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ കൂടി വെക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മിനിമം ഇല്ലാണ്ട് ഒരു കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഈ 10 ലക്ഷം രൂപ അവർ മുടക്കുന്ന പാട്ടിൽ ആ ഒരു 10 ലക്ഷം മുടക്കണ്ട, അങ്ങനെ മുടക്കി ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുനിന്ന് അവർ അത്യാവശ്യം ഒരു 500 ടോക്കൺ എന്ന് പറയുമ്പോൾ ഏകദേശം 40,000 40,000 രൂപ. ഈ 40,000 രൂപയുടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ റാങ്കിലേക്ക് വരികയും ടോട്ടൽ പ്രോഫിറ്റിന്റെ 3% മാസം കിട്ടുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. ഈ 500 ടോക്കൺ എന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷം കമ്പനി പറയുന്നത് നമ്മൾ മിനിമം $10,000 വാല്യൂ വരും GCD ടോക്കൺ. അത് മിനിമം ഗ്യാരണ്ടിയാണ്. ശരിക്കും $10,000 ആയി. അതിൻ്റെ കൃത്യ കണക്ക് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 2008 തുടങ്ങി